നമ്മളപ്പോൾ മോൻ വില്ലേജിലേക്കുള്ള യാത്രയാണ്. രാവിലെ വണ്ടി എടുത്ത് വിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ലാൻഡ് സ്ലൈഡിൻ്റെ അടുത്ത് പാറ വീണിട്ട് ബ്ലോക്കാട്ടാ. ഒരു റിവർ ക്രോസിങ് ഉണ്ടായിരുന്നു. ഈ ലോറി മരമെടുക്കാൻ പോകുന്നത് ഇവർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ ഞാനങ്ങ് ക്രോസ് ചെയ്തിട്ടാ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അവർ കല്ല് മാറ്റുന്നുണ്ട്. എന്തായാലും മുമ്പോട്ട് പോവാം. മഴയാ പോകാനുണ്ട്. 2 മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ എത്തും. വണ്ടിക്ക് ചെറിയ ബുഷ് കാര്യങ്ങളെല്ലാം മാറ്റാനുണ്ട്. അവിടെ വല്ല വർക്ക്ഷോപ്പും കിട്ടി അതെല്ലാം ഒന്ന് മാറ്റണം. ഇതൊക്കെയാണ് പരിപാടി. രാവിലെ തന്നെ ചെറിയ മഴയെല്ലാമായിട്ട് അടിപൊളി കേട്ടോ. ഒന്നും പറയാനില്ല. പിന്നെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുന്ന വഴിയാണെങ്കിൽ അത്യാവശ്യം നല്ല മോശം കേട്ടോ. കാറുകൾക്ക് വരാൻ പറ്റുന്ന തോന്നില്ല. വലിയൊരു റിവർ ക്രോസിംഗ് ഉണ്ട്. എൻ്റെ തന്നെ ബോഡി ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടയർ കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ടാ. കുറേ ചളിയെല്ലാം പോയി. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിട്ടാ. അത് കഴിഞ്ഞിട്ട് കുറേ ലാൻഡ് സ്ലൈഡും പരിപാടിയെല്ലാം ഉള്ളതുകൊണ്ട് ഫുള്ള് ആദ്യം ചളിയായി. ചളി നമുക്ക് വിഷയമല്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്കിനി ഉള്ളത്ര 41 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ മോൻ. അപ്പം നീങ്ങാം. ചെറിയ മഴയും കാര്യമെല്ലാം ഉണ്ടായതുകൊണ്ട് അങ്ങനെ നൈസായിട്ട് പോയേട്ടോ. വലിയൊരു കുഴപ്പമുണ്ടായില്ല. എന്തായാലും പോകുന്ന വഴി അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കട്ടറോടൊക്കെ കിട്ടും. അത്യാവശ്യം ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ഇതൊക്കെ കണ്ട അത്യാവശ്യം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലങ്ങളാണ്. ഫുള്ള് കല്ലിങ്ങനെ വന്നിട്ട് ഇത് റോഡാണ് കേട്ടോ. റോഡിൻ്റെ മുക്കാൽ ഭാഗം കല്ലാണ്. അപ്പോൾ ഇതൊക്കെ രാത്രിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക് കേട്ടോ. ഒരുവിധം മുക്കാൽ ഭാഗവും ഇതുപോലെ തന്നെയാണ്. ലാൻഡ് സ്ലൈഡ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ചെളിയുണ്ട്. നല്ല രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ട് കേട്ടോ. അതായത് മഴ നല്ലോണം കൂടുതലാണ്. ഇങ്ങോട്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലായിടത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ 2 സ്ഥലത്ത് പാറ വീണോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയല്ലോ രക്ഷപ്പെട്ട്. ഇനി ഇവിടെല്ലാം ഫുള്ള് വീണ് പണ്ടാറണെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ വീണതാണ്. അതുകൊണ്ട് സമാധാനം. മറ്റേതെല്ലാം മഴയത്തെ വെള്ളവും കല്ലെല്ലാം കൂടി വരുന്നുണ്ടായിരുന്നു. അതൊരു അരമണിക്കൂറും കൂടെ മഴ ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനമാവും. അതടങ്ങും ഫുള്ള്. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് എന്തായാലും ഉണ്ടാകും കേട്ടോ. എല്ലായിടത്തും ഉണ്ടാവും. അത് ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഉണ്ടാവും. പിന്നെ അതൊക്കെ കാണാം. അതല്ല നമുക്കിതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര സംഭവം പറയുന്നില്ല. ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ എല്ലാ ദിവസവും ഇവർ അനുഭവിക്കുന്നതാണ്. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ജനവാസം കുറവാണ്. എല്ലാം വീടുകൾ അത്രയും കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ വയനാടെല്ലാം ദുരന്തത്തിൽ എത്രയോ ആൾക്കാരെ വീടും ജീവനും നഷ്ടപ്പെട്ടു. ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട് അത്ര ഒരു വിപത്തില്ലാന്ന് മാത്രം. ആ ഒരു മാറ്റേ ഉള്ളൂ. എന്തായാലും പോയി നോക്കാം. മഴയായതുകൊണ്ട് തന്നെ രാവിലെ ഒരു തണുപ്പുണ്ട്. നല്ലൊരു സുഖം. റോഡെല്ലാം കണ്ടോ ഫുള്ള് ചെളിക്കുളമാണ്. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഓരോ മഴയത്ത് ഇടിഞ്ഞ് വീണ് തീരും. ഇതെല്ലാം കണ്ട അതെല്ലാം അവർ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ സെറ്റ് ആക്കിയതാണ്. മറ്റേ തുണി പോലത്തെ സാധനമാക്കിയിട്ട്. പക്ഷെ എന്തായാലും ഇടിഞ്ഞ് വീഴും. വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയും കൊണ്ട് നോർത്ത് ഈസ്റ്റ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ആൾട്ടോ സെന്ന് പോലെയുള്ള വണ്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടി തട്ടും. വേറെ ഒന്നുമില്ല. അടി തട്ടി പൊളിയും. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എപ്പോഴും സേഫ് ഇതുപോലെയുള്ള വണ്ടികളാണ്. നമുക്കാകുമ്പോൾ എവിടെയെങ്കിലും കയറി പോവാം സുഖമായിട്ട്.
ആഹാ പോട്ടെ 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 പോട്ടെ. ഇവിടെ കാറും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, കാറ് ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഫുൾ കോടമഞ്ഞാണ്. കോടമഞ്ഞെല്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. റോഡെല്ലാം വളരെ 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 പൊളിയാണ്. പക്ഷേ ശീല നമുക്ക് വണ്ടി ഉണ്ടല്ലോ, പിന്നെന്ത് പേടിക്കാൻ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളൊരു വില്ലേജ് എത്തിയിട്ടുണ്ട്. പാൻലാങ് പൻഷോ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് കേട്ടോ, ചെറിയൊരു വില്ലേജ്. വാക്ചിങ് വാക്ചിങ് കേട്ടോ പേര്. കുറച്ച് മുമ്പിലാണ് മറ്റേ വില്ലേജ്. കുറച്ച് വീടുകളും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ചെറിയൊരു വില്ലേജാണ്. അടുത്ത ആൾക്കാർക്കെല്ലാം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനല്ലേ? കാരണം ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ റോഡില്ല, വണ്ടിയില്ല, ഒന്നുമില്ല, ഒരു പുല്ലുമില്ല. വണ്ടി സ്വന്തമായി ഉണ്ടെങ്കിൽ പോവാ, അത്രയേ ഉള്ളൂ. ഇവിടുത്തെ കാര്യം കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ റോഡ്. ഇത് 2 വില്ലേജ് ആയിരിക്കും. അപ്പുറം ഇപ്പുറം വീതിയുണ്ട്, നടുക്ക് വീതിയില്ല. എന്തൊക്കെയല്ലേ, ഇതെല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടിയല്ലോ. താഴേക്ക് നല്ല കോട വിരിച്ച മലകളൊക്കെ കാണുന്നുണ്ട്. ഒരു വില്ലേജും അതുപോലെ ചെറിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ ചെറിയൊരു വില്ലേജ് കേട്ടോ. റോഡുകളൊക്കെ കണക്കാൻ തോന്നും, കുഴപ്പമില്ല. നമുക്ക് പോകേണ്ടത് മോൺ വില്ലേജാണ്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. നല്ല പെൺകുട്ടികളുണ്ട് കാണാൻ, നല്ല നല്ല വൃത്തിയുള്ള കുറേ ആൾക്കാർ. ഇവരെ ഷോപ്പിലെല്ലാം പെൺകുട്ടികളുണ്ടാവും കേട്ടോ. നല്ല കച്ചവടമെല്ലാം. നല്ല വ്യൂ കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ കാട്ടിക്കറിയതാട്ടോ. നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് കോടയാ, കാണുന്നില്ല. കയ്യെല്ലാം അടിപൊളിയാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ പോകുന്നുണ്ട്, അതൊക്കെ നൈസാണ്. ഇതിൽ നിൽക്കാൻ പേടി കേട്ടോ. ലാൻഡ് സ്ലൈഡ് ഇന്നലെ ഉണ്ടായതാന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ഇടിഞ്ഞു പോയിട്ടുണ്ട്. എപ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു പോകാന്ന് പറയാൻ പറ്റില്ല. രാവിലെ മഴ പെയ്തുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ. എന്തായാലും മുന്നോട്ട് നീങ്ങാം. ഒരു മണിക്കൂറും കൂടെ ഓട്ടമുണ്ട് ഇങ്ങോട്ട് മോൻ വില്ലേജിലേക്ക്. മോനിൽ പോയിട്ട് ഫുൾ ടൈം കണ്ണടിക്കണം, വെച്ച് വിടാന്നിട്ട്. ഇവിടെയെല്ലാം ആയിട്ട് കുറച്ച് ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന പോലെ ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതാണ്, വലിയ ടീ എസ്റ്റേറ്റ് നല്ലതാണ്. ഇവിടെ ഇങ്ങോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ ആ ഒരു വൃത്തിയൊന്നും കാണാനില്ല. എന്നാലും നോക്കാമോ, ചിലപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇവിടെ വെച്ചതൊന്നും കാണാൻ ഒരു വലിയൊരു മജയില്ല. നല്ല കാഴ്ചകളുള്ള അടിപൊളി റൂട്ടാട്ടോ. നല്ല ഭംഗിയാണ് ഇതിൽ പോവാന്. നമുക്കതാണ് വേണ്ടത്. റോഡ് പൊളിയാന്ന് കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെ അടുത്ത് ഇതുപോലെ കൊട്ട ഉണ്ടാക്കട്ടോ. എല്ലാവരും കൊട്ടയും കൊണ്ട് നടക്കുക. ഫുള്ള് കോട മൂടി ഇട്ടോ. നല്ല രസമുണ്ടെന്ന് കാണാൻ. എല്ലാം പോയി, ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം മാറി മറിയും.
നല്ലൊരു വെള്ളമുള്ള സ്ഥലം കിട്ടിയിട്ടാ. അപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയെല്ലാം കഴുകി ഇന്ന് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാൻ തക്കാളിക്കറി മതി. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് വില്ലേജ്. നല്ല ക്ലൈമറ്റ്, നല്ല വെയിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു ലാൻഡ് സ്ലൈഡെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചോറും തക്കാളിക്കറി റെഡി കേട്ടോ. ബാക്കി അതിനകത്തുള്ളതെല്ലാം കൂടെ പെരക്കി ഇതിനകത്തേക്ക് ഇട്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് നേരെ മുന്നോട്ട് നീങ്ങണം. ബാക്കിയുള്ളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ധാരാളം കേട്ടോ. ഇത്രയും വെള്ളം എന്തായാലും നല്ലൊരു കുളിയും കൂടെ പാസ്സാക്കി കേട്ടോ. ഇത്രയും നല്ല വെള്ളം കിട്ടിയിട്ട് അങ്ങനെ കുളിക്കാണ്ടിരിക്കുമോ. ഇപ്പം ഡെയിലി രണ്ട് നേരമെല്ലാം കുളിക്കാൻ തുടങ്ങി. കാരണം ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ നോർത്ത് ഈസ്റ്റിൽ. അപ്പോൾ കുളിയും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു. ഇനി രാത്രിക്കൊക്കെയുള്ള ഫുഡും ഉണ്ടാക്കി എല്ലാം റെഡിയായി. ഇനി പണിയെടുത്താൽ മതി എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുവാണ്. പിന്നെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 തുണിയുണ്ട് അലക്കിയിട്ടിട്ട്. അതും കൂടെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വിടുവാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഇവിടുന്ന് കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കേട്ടോ. നോക്കിയാൽ സ്കൈയെല്ലാം നോക്കിയാട്ടോ ഒരു രക്ഷയില്ല. അവിടെ ഏതൊരു ചെറിയൊരു വില്ലേജെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിരിക്കും പോകേണ്ടത്. ഫുൾ വീടുകളുടെ ശബ്ദമാണ്. ഒടുവിൽ നമ്മളിതാ മോൻ വില്ലേജിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഏകദേശം നമുക്കിനി ഒരു 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ മോൻ വില്ലേജിലേക്ക്. ഇത് മോൻ ടൗണിലേക്കുള്ള റോഡാണ്. റോഡൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. വളരെ അലമ്പായി കിടക്കുവാണ്. അന്ന് കുഴപ്പമില്ല. അവിടെ കാണാം മോനെത്തി. മോൻ എന്ന് പറയുന്നത് 000. ചെറിയ വില്ലേജാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗണും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് അടുത്തുള്ള കുറച്ച് വലിയ ടൗൺ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കാം. പെട്രോൾ പമ്പോ കാര്യങ്ങളൊക്കെ. ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വളരെ കുഞ്ഞി റോഡും പൊട്ടിപ്പൊളിഞ്ഞ റോഡും പെട്രോൾ പമ്പോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതന്നെ ഒരു ആശ്വാസം. നമ്മളെ എണ്ണയെല്ലാം തീരാനായിട്ടോ. 2 കെട്ട് എണ്ണയുള്ളൂ. അപ്പൊ എണ്ണയെല്ലാം അടിച്ചിട്ട് പോകാൻ പറ്റും. അടുത്ത ലോങ് വേയിലേക്കാ പോകേണ്ടത്. അപ്പൊ ലോങ് വേയിലേക്ക് നാളെ നമുക്ക് ഇവിടുന്ന് വിടാം. എന്തായാലും ഞാൻ ആ വില്ലേജിന്റെ അങ്ങോട്ടാണ് കയറി പോകുന്നത്. ഇവിടെയെങ്കിലും സൈഡാക്കിയിട്ട് പണിയെല്ലാം തീർത്ത് ഇന്നിടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുന്ന കേട്ടാ. ഞാൻ ആദ്യം വെച്ച റബ്ബറാണ്. റബ്ബറല്ല കേട്ടോ. റബ്ബറല്ല, വേറെന്തോ മരമാണ്. റോഡൊക്കെ പൊളിഞ്ഞാണ്. നല്ല റോഡായിരുന്നു പണ്ട്. നമ്മളൊടുവിൽ മോൻ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻട്രൻസ് അവിടെ കാണാൻ പറ്റൂ. വെൽക്കം ടു മോൻ. ഞാൻ ഇന്ന് അകത്തോട്ടൊന്നും കയറുന്നില്ല. ഇന്നകത്ത് കയറിയാൽ ശരിയാവില്ല. നമുക്ക് നാളെ കയറാം കേട്ടോ. ഇന്ന് ഇവിടെ കിടന്നുറങ്ങാം. പിന്നെ എനിക്ക് പണിയൊക്കെ തീർക്കാണ്ട്. പണിയൊക്കെ തീർത്ത് ഞാൻ പയ്യെ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങും. എന്നിട്ട് നാളെ രാവിലെ വില്ലേജൊക്കെ കയറി കണ്ടിട്ട് അടുത്ത ലോങ് പഠിക്കും. ലോങ് പഠിച്ച് നേരെ നമ്മൾ തിരിച്ചു. ലോങ്ങാണ് നമ്മളെ അവസാനത്തെ പോയിന്റ് നാഗാലാൻഡിൽ. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും കൂടെ അത്രയില്ല കേട്ടോ. നാഗാലാൻഡിനോട് വിട പറയാൻ സമയമായി. 27ാമത്തെ സംസ്ഥാനം. ഒരുപാട് നാഗാലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, കുറെ കാണാനുണ്ട് കേട്ടോ. കുറെ കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ ഈ സിനിമ കാണുന്നതൊന്നല്ല. സിനിമയെ കാണുമ്പോൾ മറ്റും വന്ന് വളക്കൂട്ടിയിട്ട് പോകുന്നതെല്ലാം ഉണ്ടാവും. അതുപോലത്തെ സ്ഥലങ്ങൾ തന്നെ. അതിനകത്ത് ബൈക്കും കൊണ്ട് കയറി പോകുന്നതെല്ലാം കാണുന്നില്ല. ഇങ്ങനെ കുറേ വീടുകളൊക്കെ അങ്ങനെയാണ്. ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഗലീസാണ്. എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. നല്ല ക്ലൈമറ്റാണ്. ചിലയിടത്ത് ഭയങ്കര ചൂടും ചിലയിടത്ത് ഭയങ്കര തണുപ്പും. ഞാൻ അതുകൊണ്ട് ഈ മലേൻ്റെ മുകളിൽ കയറിയത്. മലേൻ്റെ മുകളിലാകുമ്പോൾ കുറച്ച് തണുപ്പെല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ സൈഡാക്കിയതാണ്. വില്ലേജിൽ നാളെ കയറാട്ടോ. രാവിലെ അവിടെ ഒരു വണ്ടിയിലവിടെ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് സെറ്റാക്കാം. സമയം ഏകദേശം ഒരു 5 മണിയായി കേട്ടോ. ഫുള്ള് ഇരുട്ടായി. കുറേ ആൾക്കാർ ഓടാനൊക്കെ വരുന്നുണ്ടായിരുന്നു, ജോഗിങ്ങും പരിപാടിയെല്ലാം ആയിട്ട്. എന്തായാലും ഞാനിവിടെ വണ്ടി വെച്ച് സൈഡാകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു ടെൻ്റ് അടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നിവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നാളെ കാണാം കേട്ടോ. നമുക്കതാ ആ ഒരു ആർച്ചിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.